നിങ്ങൾ ഈ പിക്ചറിൽ കാണുന്നത് നമ്മൾ പഠിച്ച 3-ബിറ്റ് സിൻക്രണസ് ബൈനറി അപ്പ് കൗണ്ടറിന്റെ ഒരു സിമുലേറ്റർ ആണ്. നമ്മൾ കണക്ഷൻസ് എല്ലാം കൊടുത്ത് ഇട്ടിരിക്കുകയാണ്. 3 JK ഫ്ലിപ്പ് ഫ്ലോപ്പ്, 1, 2, 3 JK ഫ്ലിപ്പ് ഫ്ലോപ്പ് ഉണ്ട്. ഇതതിന്റെ J ഇൻപുട്ട്, ഇത് K ഇൻപുട്ട്, അതുപോലെ തന്നെ ഇതിന്റെ J ഇൻപുട്ട്, K ഇൻപുട്ട്, J ഇൻപുട്ട്, K ഇൻപുട്ട്. നമ്മൾ ഇതിന്റെ Q ഔട്ട്പുട്ട് നമ്മളതിനെ ഇവിടെ A2 എന്ന് ലേബൽ ചെയ്തിട്ടുണ്ട്. ഇത് രണ്ടാമത്തെ ഫ്ലിപ്പ് ഫ്ലോപ്പിന്റെ Q ഇൻപുട്ട് നമ്മൾ A1 എന്ന് ലേബൽ ചെയ്തിട്ടുണ്ട്. മൂന്നാമത്തെ ഇൻപുട്ടിന്റെ JK ഫ്ലിപ്പ് ഫ്ലോപ്പിന്റെ Q ഇൻപുട്ട് നമ്മളതിനെ A0 എന്ന് ലേബൽ ചെയ്തിട്ടുണ്ട്. നമ്മൾ പറഞ്ഞു വിട്ട് നമ്മൾ ഈ Jയും Kയും നമ്മൾ ഷോർട്ട് ചെയ്ത് ഒന്നിച്ചാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതിവിടെ ഒരു ഈ ഫ്ലിപ്പ് ഫ്ലോപ്പായിട്ട് ഇത് വർക്ക് ചെയ്യും. ഇവിടെയും നമ്മൾ Jയും Kയും ഷോർട്ട് ചെയ്തു, ഇവിടെയും നമ്മൾ Jയും Kയും ഷോർട്ട് ചെയ്തു, ഇവിടെ നമ്മൾ Jയും Kയും ഷോർട്ട് ചെയ്ത് ഇതൊരു പവർ സപ്ലൈ ആണ്. നമ്മൾ ലോജിക്ക് 1 കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇത് അത് കൂടാതെ നമ്മൾ ഈ ഫ്ലിപ്പ് ഫ്ലോപ്പിന്റെ Jയും Kയും ഷോർട്ട് ചെയ്ത് അത് A0യിലേക്ക് കണക്ട് ചെയ്തിട്ടുണ്ട്. A1 ഈക്വൽ ടു A0 എന്നായിരുന്നു. അതാണ് നമുക്ക് ഇവിടെ ചെയ്തിരിക്കുന്നത്. ഈ ഔട്ട്പുട്ട് നേരെ എടുത്ത് J ഇൻപുട്ടിലേക്ക് Jയിലേക്കും Kയിലേക്കും കൊടുത്തിരിക്കുന്നു. അതുപോലെ തന്നെ A2 ഈക്വൽ ടു A1 A0 ആയിരുന്നല്ലോ. A1 A0 രണ്ടും കൂടെ ഒരു ആൻഡ് ഗേറ്റ് വഴി നമ്മൾ ഈ A2യിലേക്ക് കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ നമ്മളുടെ അതുപോലെ തന്നെ നമ്മൾ ക്ലോക്ക് എല്ലാം കൂടെ ഷോർട്ട് ചെയ്ത് കോമൺ ക്ലോക്ക് നമ്മൾ ഇവിടെ ഒരു ക്ലോക്ക് സിഗ്നലിനുള്ള സിമ്പിളാണ്, ഇതത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നോക്കേണ്ടത് ഇത് നമ്മൾ പഠിച്ചുകൊണ്ട് 0 0 0 തൊട്ട് 1 1 1 വരെ കൗണ്ട് ചെയ്യുന്നുണ്ടോ എന്നുള്ളതാണ് നോക്കുന്നത്. നമുക്ക് നോക്കാം. ഫസ്റ്റ് ക്ലോക്ക് കൊടുത്ത് 0 0 1 കൗണ്ട് ചെയ്തു, ദെൻ 0 1 0 0 1 1 1 0 0 1 0 1 1 1 0 1 1 1. അടുത്ത ക്ലോക്കിൽ വീണ്ടും എല്ലാം 0 ആവും. വീണ്ടും എല്ലാം 0 ആയി. ഇനി നമ്മൾ ക്ലോക്ക് കൊടുത്താൽ വീണ്ടും നേരത്തെ പോലെ കംപ്ലീറ്റ് ചെയ്യും. ഇതാണ് നമ്മൾ ആ 3-ബിറ്റ് ബൈനറി സിൻക്രണസ് അപ്പ് കൗണ്ടറിന്റെ സിമുലേഷൻ. നിങ്ങൾക്ക് മനസ്സിലായെന്ന് കരുതുന്നു.